ഞാനിനി കുറച്ച് സത്യങ്ങൾ പറയട്ടെ. അതായത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് പുറത്തേക്ക് പോകുമ്പോൾ അവരെക്കാളും കൂടുതൽ എക്സ്പെക്റ്റേഷൻസ് ആണ് അവരുടെ പേരൻസിനും ബന്ധുക്കൾക്കും കസിൻസിനും എല്ലാം. ഈവൻ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന സ്പൗസിന് വരെ അവരെക്കുറിച്ച് ഭയങ്കര എക്സ്പെക്റ്റേഷൻസ് ആണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? നമ്മളിപ്പോൾ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞു, നാട്ടിൽ നിന്നു, നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ഒരു ജോബ് ഫിഗർ ഔട്ട് ചെയ്യാന്നല്ലാതെ നമ്മൾ അച്ഛൻ്റെ ബന്ധുക്കളോ അമ്മയുടെ ബന്ധുക്കളോ കസിൻസോ നാട്ടുകാരോ ഫ്രണ്ട്സോ എത്രത്തോളം ആൾക്കാർ നമുക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്? അതായത് എനിക്ക് സി വിക്ക് റെസ്യൂമയ്ക്ക് വരുന്ന മിക്ക കേസസിലും അവർ സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് ഡെസ്പറേറ്റ് ആയിട്ടാണ് അവരൊരു സി വിയും റെസ്യൂമേ ലിങ്കിനൊക്കെ സെറ്റ് ചെയ്യാൻ വരാറ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരാളെ പോലും പരിചയമില്ലാതെ വേറൊരു രാജ്യത്തേക്ക്, ഭാഷ തന്നെ വേറെ, പഠിക്കാൻ വേണ്ടി പോയി അവിടെ പാർട്ട് ടൈമായി പിന്നീട് ഫുൾ ടൈമായി പോകുന്ന കുട്ടിയോട് ചെന്ന വഴി തന്നെ പാർട്ട് ടൈമിൽ ലാൻഡ് ചെയ്ത് ഡോളേഴ്സ് നാട്ടിലേക്ക് അയക്കണം, അതുപോലെ തന്നെ 1 വർഷത്തിനുള്ളിൽ തന്നെ വീട് വാങ്ങണം, 1 വർഷത്തിനുള്ളിൽ തന്നെ PR ആവണം എന്നൊക്കെ പറയുന്നത് കുറച്ച് കൂടിയ കാര്യമല്ലേ? നമ്മൾ ലോജിക് വൈസ് ചിന്തിക്കുന്ന സമയത്ത് നമ്മുടേതായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് കാരണമാണ് പുറത്തേക്ക് പോകുന്ന പിള്ളേർക്ക് ഭയങ്കര പ്രഷർ. പുറത്തേക്ക് പോകുന്ന പിള്ളേർക്ക് മാത്രമല്ല, അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് ടൈമിന് 1,00,000 രൂപ വരെ കിട്ടും ഒരു മാസം. അതുപോലെ തന്നെ കാനഡ എന്നാണെങ്കിൽ ഓരോ ജോലിക്കും 1,00,000 രൂപ വരെ കിട്ടും എന്നൊക്കെ എൻ്റെ അടുത്തൊരു കുട്ടിയുടെ അങ്കിള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇറ്റ് ടേക്സ് ടൈം. ഈ പിള്ളേർക്ക് ഒരു സ്ഥലത്ത് പോയി അവിടുത്തെ ഭാഷ മനസ്സിലാക്കി, അവിടുത്തെ കൾച്ചർ മനസ്സിലാക്കി, ജോലി സാധ്യതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു സംഭവത്തേക്ക് എത്താൻ വേണ്ടി മിനിമം ഒരു ടൈം വരും. അപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ മുകളിൽ അനാവശ്യമായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് വെക്കാതെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. അവർക്ക് അവരുടേതായിട്ടുള്ള സമയം കൊടുക്കുക, പഠിക്കട്ടെ, പാർട്ട് ടൈം ചെയ്യട്ടെ, മനസമാധാനമായി എല്ലാ കാര്യങ്ങളിലേക്കും അവരെത്തട്ടെ. കാരണം അവരുടെ ഗ്രോത്ത് സസ്റ്റൈനബിൾ ആവണം എന്നുണ്ടെങ്കിൽ അവർക്കൊരു പേസും നമ്മൾ കൊടുക്കണം. അല്ലാതെ നമ്മളെല്ലാവരും കൂടെ ധൃതി വെച്ചിട്ട് അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഈ ഒരു ലൈഫ് വേറെ രാജ്യത്ത് പോയി ബിൽഡ് ചെയ്യുക. ഈവൻ ഇന്ത്യയിൽ പോലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളില്ലാത്ത സിറ്റുവേഷനിൽ പുറമേ രാജ്യത്ത് പോയി നമ്മളെ ഏത് കസിൻ ഹെൽപ്പ് ചെയ്യാനാണ്, ഏത് റിലേറ്റീവ് ഹെൽപ്പ് ചെയ്യാനാണ്? ഇതൊരു റിയാലിറ്റിയാണ്. ഞാൻ ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞതാണിപ്പോൾ. ഈ സത്യത്തിന് എത്ര നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടാവും എന്നറിയില്ല, പക്ഷേ ദിസ് ഇസ് സംതിങ് എവ്രി വൺ ഹാസ് ടു കീപ്പ് ഇൻ മൈൻഡ്. അതായത് പേരൻസും നാട്ടുകാരും കസിൻസും എല്ലാവരും.